രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സിവിൽ സർവീസ് കോച്ചിങ് നടത്തുന്ന സ്ഥലങ്ങളാണ് ഈ കാരോൾ ബാഗ്, അതുപോലെ മുഖർജി നഗർ, ഓൾഡ് രജീന്ദർ നഗർ. താങ്കൾക്ക് അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി തന്നെ അറിയാം. നൂറുകണക്കിന് സ്ഥാപനങ്ങളാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മളോട് ഈ ആദിത്യൻ എന്ന വിദ്യാർത്ഥി അവിടെ പഠിക്കുന്ന കുട്ടിയാണ് ഈ റാവുസ് അക്കാഡമിയിൽ. പറയുന്നത് പോലെ അവിടെ ഏത് സ്ഥാപനം നോക്കിയാലും ഇതൊക്കെയാണ് അവസ്ഥ. ബേസ്മെൻറ്റിലൊക്കെ ആണ് ക്ലാസ്സുകൾ നടത്തുന്നത്, അല്ലെങ്കിൽ ലൈബ്രറി സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ NOC നോക്കിയാൽ അത് അങ്ങനെയൊന്നും അല്ല. അതിലെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കൃത്യമായി തന്നെ ഉണ്ട്. എവിടെയാണ് ബേസ്മെൻറ്റിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത്, ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പോലും കൃത്യമായി അതൊക്കെ ലംഘനമാണ് എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. നമ്മുടെ തലസ്ഥാനത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. അതെ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് ഇത്. രാജ്യത്ത് ബ്യൂറോക്രസിയിലേക്ക്, ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലേക്കൊക്കെ പരീക്ഷയ്ക്ക് ആഗ്രഹിച്ച് അതിനെ പഠിച്ച് അങ്ങനെയുള്ള IAS പോലുള്ള കടമ്പകൾ കടക്കാൻ വേണ്ടി രാജ്യത്ത് മുഴുവൻ ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ വന്ന് കോച്ചിങ്ങിന് ചെയ്തത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവിടെയും ഇങ്ങനെയാണ് സ്ഥിതി. അത് സിവിൽ സർവീസിന് ജോയിൻ ചെയ്യുന്നവർക്ക് ബാക്കിയുള്ളവർക്കും കൂടി ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം ഇത് ഓരോ വർഷവും ഈ വെള്ളം കെട്ടി നിൽക്കുന്നതും ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഓരോ പ്രാവശ്യവും ഓരോ സീസണിലും കോടതികളിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഡയറക്ഷൻസ് വരുന്നു. പിന്നെ MCD ഓരോ പ്രാവശ്യവും പറയുന്നത് ഞങ്ങൾ വാട്ടർ ലോഗിങ്ങിന്റെ കംപ്ലീറ്റ് ആയിട്ട് തടഞ്ഞിട്ടുണ്ട്, അതിന്റെ പദ്ധതികളെല്ലാം നടപ്പായി കഴിഞ്ഞു. ഈ വർഷവും അങ്ങനെ പ്രസ്താവിച്ചിരുന്നു. മെയ്യിലൊക്കെ 2024 മെയ്യില് പ്രസ്താവന ആക്ഷൻ പ്ലാൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ വാർത്ത വന്നിരുന്നു. 2 വർഷം മുമ്പ് ഡൽഹി ഹൈക്കോടതി 9 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചിരുന്നു. ഡിവിഷൻ ബെഞ്ച് 80 വയസ്സായ ഒരു സ്ത്രീക്ക് 9 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം വിധിച്ചിരുന്നത്. അതും MCDയുടെ അനാസ്ഥ കൊണ്ടാണ്. ഇത് നമ്മുടെ പബ്ലിക് ന്യൂയിസൻസ് ഡോക്ട്രിൻ എന്ന് പറയും. 1980 തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പബ്ലിക്കിന് ന്യൂയിസൻസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതിരുന്ന നെഗ്ലിജൻസ്, ക്രിമിനൽ നെഗ്ലിജൻസ് ആണ്. അല്ല, ഇപ്പൊ ഇവിടുത്തെ ഈ നെഗ്ലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇത് ആരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള പിഴവിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്? ഇതിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ഇത് വലിയ പ്രശ്നമുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ പ്രശ്നം. അപ്പോൾ ഈ NOCയിൽ പറയുന്ന അത്തരം കാര്യങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട്. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അത് ഫയറിൻ്റെ ഉണ്ട്, കൂടാതെ തന്നെ മുനിസിപ്പാലിറ്റിയുടെയും ഉണ്ട്, അപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഉണ്ട്, MCD. ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ഇവിടെ ഒരു തരത്തിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന തരത്തിലേക്ക് ഈ ബേസ്മെൻറ്റിൽ റീഡിംഗ് റൂം സജ്ജീകരിച്ച, അല്ലെങ്കിൽ ലൈബ്രറി സജ്ജീകരിച്ച അധികൃതർ, ഇങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ചട്ടലംഘനം, അതാണല്ലോ ഇപ്പോൾ 3 വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായത്. ദൗർഭാഗ്യവശാല് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ആളുകൾ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ MCDക്ക് ആണ് ആദ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. ഇങ്ങനെ NOC കൊടുത്തത് നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ അതിന്റെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഇന്ന സാധ്യതകളുണ്ട്, അതുകൊണ്ട് അല്ല, അതിലിപ്പോ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള NOC നൽകുമ്പോൾ ബേസ്മെന്റിൽ പാർക്കിംഗ് അല്ലെങ്കിൽ സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ അതിന് മാത്രം അനുമതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഡൽഹി ഫയർ സർവീസ് NOC നൽകിയിട്ടുണ്ട്. അവിടെയും ഇത് തന്നെയാണ് പറയുന്നത്, സ്റ്റോർ റൂം ആയിട്ടോ അല്ലെങ്കിൽ പാർക്കിംഗ് ആയിട്ടോ മാത്രം ഉപയോഗിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതെ, ആ നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു വെസ്റ്റ് ബംഗാളിൽ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായ തീപിടുത്തത്തെ പറ്റി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പല ഹോസ്പിറ്റലുകളിൽ ഇതുപോലെയാണ്. സുരക്ഷാ സംവിധാനത്തിന്റെ എല്ലാ കടമ്പകളും അതിനെല്ലാം മറികടന്നുകൊണ്ട് ഓരോ രീതിയിൽ അത് ഡ്യൂട്ടി ചെയ്യേണ്ടവരെ ചെയ്യാതെ അതിനകത്ത് നിയമലംഘനം നടത്തിക്കൊണ്ടാണ് ഇതെല്ലാം ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഇത് കോടതിയിൽ വന്നു കഴിയുമ്പോൾ ആർക്കൊക്കെയാണ്, ഏതൊക്കെ തലങ്ങളിലാണ് ഇതിന് നിയമലംഘനം നടന്നിരിക്കുന്നത്, ആരൊക്കെയാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നതെന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടും. സ്റ്റുഡൻസ് ഇപ്പൊ തന്നെ ചീഫ് ജസ്റ്റിസിന് കത്ത് എഴുതിയിട്ടുണ്ട്. അതേപോലെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടു. പാർലമെന്റ് അതിന് ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളിലെങ്കിലും വളരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അതിന് വേണ്ട സംവിധാനം ഒരുക്കേണ്ടതാണ്. MCD ഇതൊരു വലിയ പാഠമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് കേസ് പോവുകയാണെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള കോമ്പൻസേഷൻ ഓർഡർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പക്ഷേ മരിച്ച വിദ്യാർത്ഥികൾക്ക് വന്ന നഷ്ടം ഒരിക്കലും നികത്താനാവില്ല. അത് ഒരിക്കലും
എന്ത് കോമ്പൻസേഷൻ കൊടുത്താലും തീരാത്തത്ര വലിയ നഷ്ടമാണ്. പക്ഷേ തീർച്ചയായും അതിലിപ്പോ ഈ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം മാത്രം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ 13 IAS കോച്ചിങ് സെന്റേഴ്സാണ് അടച്ചുപൂട്ടിയിട്ടുള്ളത് ഈ ഇന്നലെയൊക്കെ. അതിന്റെ പേരുകളൊക്കെ നമ്മളുടെ പക്കലുണ്ട്. അതെല്ലാം ഈ തരത്തിലേക്ക് അനധികൃതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. IAS അക്കാഡമിയാണെന്ന് ഓർക്കണം. അതെ, രാജ്യതലസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്കൊക്കെ ഉള്ള പരീക്ഷയ്ക്ക് വേണ്ടി കോച്ചിങ് കൊടുക്കുന്ന സെന്ററുകളിലാണ് ഇത് നടക്കുന്നത്. അവിടെ നിന്ന് അതുപോലുള്ള പരീക്ഷകൾ പാസ്സായിട്ട് വരുന്നവരാണ് പല സ്ഥാപനങ്ങളിലും ഇരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വീഴ്ചയാണ്. അപ്പൊ നമ്മൾ അതിനനുഭവിക്കുന്നു ഇപ്പോൾ. അതെ, അപ്പോൾ ഇതിൽ ഇന്നിപ്പോൾ ബുൾഡോസർ ഇറക്കിയിരിക്കുന്നത് നമ്മൾ കാണുന്നു. അനധികൃത നിർമ്മാണങ്ങൾ വളരെ വേഗം അതെല്ലാം പൊളിച്ചു നീക്കുന്നു. ഇതൊക്കെ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ചെയ്യുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിലും കാണുന്നത് പോലെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ, ജീവൻ നഷ്ടപ്പെടുമ്പോൾ ത്വരിതഗതിയിൽ പ്രവർത്തിക്കുന്നു. വീണ്ടും അതെല്ലാം പഴയപടിയായി മാറും. അതല്ലേ നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നത്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇതിന് ഇരകളായി മാറുന്നതോ സാധാരണക്കാരായ ജനങ്ങൾ? അതെ, അത് നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം ഉണ്ടെങ്കിൽ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. ഒറ്റ ദിവസം കൊണ്ടല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു സിസ്റ്റം തകരുന്നത് ഒരു നിമിഷം കൊണ്ടല്ല. അത് പല വർഷങ്ങളായിട്ട് പല പ്രാവശ്യം ഇങ്ങനെയുള്ള വാർണിംഗ് സിഗ്നൽസ് കിട്ടിയിട്ട്, പല പ്രാവശ്യവും ഫ്ലഡ് ഉണ്ടായിട്ട്, പല പ്രാവശ്യവും ഇതുപോലുള്ള ഇതിലും മൈനർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊന്നും പരിഹരിക്കാതെ, അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാതെ, അതിന് വേണ്ട റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യാതെ MCD തന്നെ കൊണ്ടുവന്നിരിക്കുന്ന കുറെ നിയന്ത്രണങ്ങളാണ്. അതൊന്നും അവർ തന്നെ ഫോളോ ചെയ്യാതെ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് ഇങ്ങനെയൊക്കെയുള്ള വലിയ ദുരന്തത്തിലേക്ക് നയിക്കും. അതെ, ഇപ്പൊ ഇതിൽ 53 തുടങ്ങിയതാണ് ഈ റാവുസ് അക്കാഡമി എന്നുള്ളത്. ഡോക്ടർ S റാവു തുടങ്ങിയത്. ഇവിടെ പ്രതിവർഷം 10,000 വിദ്യാർത്ഥികൾ. ഒന്ന് ഓർത്ത് നോക്കൂ, ഇത്ര ലക്ഷക്കണക്കിന് പൈസയൊക്കെ വാങ്ങിച്ചാണ് ഇത് ഈ കോച്ചിങ് ഇങ്ങനെ നടത്തിക്കൊണ്ടുവന്നത്. പക്ഷേ എന്ത് സുരക്ഷിതത്വമാണ് ഈ കുട്ടികൾക്കുള്ളത്? ഇത് നമ്മൾ ആരും, ഒരുപക്ഷെ ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാത്ത തരത്തിലേക്ക്, ഇപ്പം നെവിൻ്റെയൊക്കെ വീട്ടുകാരൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ല. ഒരു സുരക്ഷിതത്വവും ഇല്ലാതെയാണ് അവിടെ ഇത്ര വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികൾക്ക് പഠനം നൽകുന്നത്, കോച്ചിങ് നൽകുന്നത് എന്ന്, അല്ലേ? അതെ, അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു MCDയുടെ ആണ് ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. രണ്ടാമത് ഇതിനകത്ത് നേരത്തെ ഒരു വിദ്യാർത്ഥി പറഞ്ഞതുപോലെ ഒരു പക്ഷേ അതിൽ ഈ ബേസ്മെന്റിൽ ഉണ്ടായിരുന്ന വാതിൽ, ബേസ്മെന്റിൽ നടത്താൻ പാടില്ല എന്നുള്ളത് ആദ്യത്തെ കാര്യം. രണ്ടാമത് അവിടെ ഉണ്ടായിരുന്ന വാതിൽ അത് ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുകയോ എന്തോ സംഭവം ഉണ്ടായി എന്നുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണം നടത്തിയിട്ട് കോടതിയിൽ കേസ് വരുമ്പോൾ ആർക്കാണ് എവിടെയൊക്കെയാണ് വീഴ്ച വന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഇതിൽ മുൻപ് ഈ ഡൽഹിയിൽ കോച്ചിങ് സെന്റേഴ്സിന് ഫയർ NOC വേണ്ടായിരുന്നു, മുഖർജി നഗറിലൊക്കെ. പക്ഷേ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞ വർഷം ഒരു തീപിടുത്തം ഉണ്ടായത് നമുക്കറിയാവുന്നതാണ്. അത് എന്നിട്ട് ഒരു 4 നില കെട്ടിടം, ആ ജനലിലൂടെ കുട്ടികൾ പുറത്തേക്ക് ചാടുന്നത് മുഖർജി നഗറിലാണ് അത് ഉണ്ടായത്. അപ്പോൾ അതിനുശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു കോടതിയുടെ കൃത്യമായ നിർദ്ദേശം, ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫയർ സ്റ്റാൻഡേർഡ് പരിശോധനയ്ക്കുള്ളൊരു ഉത്തരവ് വരുന്നു, ഫയർ NOC നിർബന്ധമാക്കുന്നു എന്നൊക്കെയുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ തരത്തിലേക്കുള്ള ചട്ടലംഘനം നടക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭാവി IAS IPS ഉദ്യോഗസ്ഥരൊക്കെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചട്ടലംഘനമാണ്. അതെ, ഇതൊക്കെ കോടതിയിൽ അവസാനമേ പോകാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ, ഭരണത്തിന്റെ തലത്തിൽ തന്നെ നടക്കേണ്ടതാണ്. ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷന് കോടതിക്ക് ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട്. കോടതിയിൽ പോകുന്ന എന്തെങ്കിലും നിയമലംഘനം നടക്കുമ്പോൾ അതിന്റെ പരിണത ഫലം അത് കഴിഞ്ഞിട്ടാണ് കോടതിയിൽ സാധാരണ ആളുകൾ പോകുന്നത്. ഇതിപ്പോൾ പല കാര്യങ്ങളും ഭരണ സംവിധാനം ചെയ്യേണ്ട പല കാര്യങ്ങളും പരാജയപ്പെടുന്നതുകൊണ്ട്, അവർ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് അതിനു മുമ്പ് തന്നെ പലപ്പോഴും കോടതിയിലേക്ക് പോകേണ്ടി വരുന്നത്. നേരത്തെ ഹോസ്പിറ്റലിൽ ഉണ്ടായ ഫയർ ഇൻസിഡന്റ് അത് വളരെ ഭീകരമായിരുന്നു. ഇപ്പോഴും ഇന്ത്യയിൽ ഇതുപോലുള്ള സർവേ ഒക്കെ നടത്തി കഴിഞ്ഞാൽ പല ഹോസ്പിറ്റലുകളും ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഈ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടാണ്. ഇതൊക്കെ നമ്മളിനി വീണ്ടും അപകടങ്ങൾ ഉണ്ടാകാൻ നോക്കിയിരിക്കാതെ ഓരോ സംവിധാനത്തിലും പറഞ്ഞിരിക്കുന്ന മിനിമം മാർഗനിർദ്ദേശങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയും.